ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം ബ്രെഡും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 കപ്പ് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുമ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇതൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് പഴം വാട്ടുന്ന സമയത്ത് ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാധാരണ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഇതുപോലെ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ 4 സൈഡും ഇതുപോലെ വെള്ളം വെച്ചിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ 2 സൈഡും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇനി ഇത് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഈ മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതൊരു 1 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായിട്ട് കുക്കായതിന് ശേഷം കോരി മാറ്റുക. ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡും പഴവും വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്